കൊല്ലപ്പള്ളിയിലേക്ക് അമ്മയെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് വൈജ. അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം അമ്മ പറയുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് എത്ര നാളായി, ഒന്ന് എന്നെ കൊണ്ടൊന്ന് കാണിക്കാൻ എല്ലാവരോടും പറഞ്ഞു. ഞാൻ ഇവിടെ ഒരു കിളവി കിടപ്പുണ്ടല്ലോ, ആർക്കും വേണ്ടിയൊന്ന് നോക്കാൻ കൂടി വയ്യ. പിന്നെ കമലയുടെ കാര്യം പറയാൻ വേണ്ട, ഏതോ ഒരു പട്ടിയെ കെട്ടിയിട്ട് ഭക്ഷണം കൊടുക്കുന്ന പോലെയാ അവൾ എന്നോട് പെരുമാറുന്നത്. അവിടെയായിരുന്നപ്പോൾ അലീന എന്നെ പൊന്നു പോലെ നോക്കിയിരുന്നതാ. അമ്മയ്ക്ക് മിണ്ടാതിരുന്നൂടെ? അലീന അലീന, അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ആ പേരെ കേൾക്കാനുള്ളൂ. മിണ്ടിപ്പോരുന്നതിനോട് ആ പേര്. അല്ലടി, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അലീന കാരണമാണല്ലോ രോഹി മിണ്ടിപ്പോരുന്നാ പറഞ്ഞത്. അലീന കാരണം. എൻ്റെ മോനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാ അവൻ പുറത്തായത്. അല്ലാതെ തെറ്റ് ചെയ്തെങ്കിൽ അവൻ പിന്നെ പുറത്ത് കിടക്കായിരുന്നു. അമ്മേ, ഹരി കണ്ടില്ലേ ഇപ്പോഴും അകത്തല്ലേ എന്ന് ചോദിക്കാണ്. അല്ല, ഗംഗേട്ടനൊക്കെ വന്നിട്ട് എന്ത് പറഞ്ഞു അലീനയുടെ കാര്യം? എന്ത് പറയാനാ മോളെ, ഒന്നും പറഞ്ഞില്ല. നിന്നെ അവിടെ കൊണ്ടാക്കിയെന്നും അലീന അവിടെ തന്നെ കാണുന്നുവാ ഗംഗേട്ടൻ പറഞ്ഞത്. മാത്രമല്ല ശിവനും രാജീവനും ഒക്കെ അത് തന്നെയാ പറഞ്ഞത്, മനുവും. അമ്മേ, എനിക്ക് മനസ്സിലാവാത്തത്, അവളും ബാലചന്ദ്രന്റെ അവിഹിത സന്തതിയാന്നല്ലേ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അവളെ ഇങ്ങനെ ചുമക്കുന്നത്? ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? എൻ്റെ ആങ്ങളമാര് ഇങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാ? അവരെന്തിനാ അവളോട് സ്നേഹം കാണിക്കുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. ബാലേന്ദ്രൻ കാണിക്കുന്നതിൽ കാര്യമുണ്ട്, അത് അയാളുടെ മകളാണെന്ന് കരുതാം. പക്ഷേ എൻ്റെ ആങ്ങളമാരോ? എൻ്റെ ആങ്ങളമാർക്കിപ്പോ അലീന എന്ന് പറഞ്ഞാൽ ജീവനാ, മനുവിനും കൃഷ്ണമോക്കും എല്ലാം. അതിൻ്റെ കാരണ എനിക്ക് മനസ്സിലാവാത്തത്. മോളെ, അവളുടെ സ്വഭാവം കൊണ്ടായിരിക്കും. എന്ത് സ്വഭാവം? അവളുടെ സൗന്ദര്യം കാണിച്ച് എല്ലാവരും അവള് മയക്കിയെടുത്തിരിക്കുക. ഛേ, അങ്ങനെയൊന്നും പറയാതെ വൈജേ, അവളൊരു കൊച്ചുകുട്ടിയല്ലേ. എന്ത് കൊച്ചുകുട്ടി? അവക്കേ 10-23 വയസ്സായി. എല്ലാരെയും കൈയെടുക്കാൻ അവക്ക് നല്ല മിടുക്കാം. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് കമല ചായ കൊണ്ട് വരാണ്. അലീനയുടെ കേസായിരിക്കും പറഞ്ഞത്. നിന്റെ അമ്മയ്ക്കും അലീന എന്ന് പറഞ്ഞാലേ ഭയങ്കര ജീവനാ. എൻ്റെ ഭർത്താവിനും ഭർത്താവിൻ്റെ അനിയനും ചേട്ടനും, എന്തിന് എൻ്റെ മകന് പോലും അലീനയെ കഴിഞ്ഞേ ബാക്കി എന്തും. ആ ഹരി അത്ര ദിവസം ജയിലിൽ കിടന്നിട്ട്, സ്റ്റേഷനിൽ നിന്ന് കിടന്നിട്ട് ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. അലീനയുടെ കാര്യം വന്നപ്പോൾ അവനോട് കിടന്ന് വെപ്രാളം പിടിക്കുകയായിരുന്നു. ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ കഥ കാടിച്ച് ലോക്ക് ചെയ്യായിരുന്നു. നിനക്കറിയോ, അത്രമാത്രം അലീന എല്ലാവരെയും സ്വാധീനിച്ചു വെച്ചിരിക്കാം. ഇതിനു വേണ്ടി മാത്രം ഇവൾ എന്താ ചെയ്യുന്നതാ എനിക്ക് മനസ്സിലാവാത്തത്. മുത്തശ്ശിയാണെങ്കിലും കമലയും അവളെയും പേടിച്ചുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല. നീ ഇങ്ങ് വന്നേ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കമല വൈജയം കൂട്ടിക്കൊണ്ട് നേരെ അപ്പുറത്തേക്ക് പോവാണ്. ഈശ്വര, അവളാണല്ലോ വിളിച്ചുകൊണ്ട് പോയത്. ഇനി എന്തൊക്കെ പറഞ്ഞ് ഏഷനെ കയറ്റുവോ എന്തോ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയോട് ഇരിക്കുകയാണേ. കമല അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് വൈജയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വന്നത്? അവളെ അവിടുന്ന് അടിച്ച് പുറത്താക്കിയിട്ട് വന്നാൽ പോരായിരുന്നോ? കമല ഏടത്തിയല്ലേ ഹോസ്പിറ്റൽ എന്നപ്പോൾ പറഞ്ഞത്. ഒറ്റയ്ക്ക് പോയിട്ട് എന്തെടുക്കാനാ? ഒറ്റയ്ക്ക് പോയി താമസിക്കണ്ടെന്നൊക്കെ. ഒറ്റയ്ക്ക് പോയി താമസിക്കണ്ടെന്ന് പറഞ്ഞത് ശരി തന്നെയാ. അതിന് വേറെ കാരണം കൂടിയുണ്ട്. നിന്നെ ഒന്നാമത് ഇപ്പം നിന്റെ ഭർത്താവ് അടുപ്പിക്കുന്നില്ല. അതിൻ്റെ കൂടെ നീ ഒന്നുകൂടി മാറി താമസിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? വീണ്ടും നീ ഒറ്റപ്പെടുത്തേ ഉള്ളൂ. നിന്റെ മക്കളെ അയാൾ കയ്യിലാക്കിയില്ലേ? ഇപ്പൊ പിന്നെ അലീനയുണ്ട്. ആ വീടും സ്വത്തുക്കളും ഭാര്യയുടെ അവകാശവും പദവിയും എല്ലാം നിനക്ക് നഷ്ടപ്പെടും. നീ പെരുവഴിയിലായിപ്പോവും. ഇപ്പൊ തന്നെ നിന്റെ ആങ്ങളമാര് ആരെങ്കിലും നിന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? അതിന് കാരണം എന്താ? ആ അലീന. അവളുള്ളത് കൊണ്ടല്ലേ. അവൾ ഇനി ആ വീട്ടിൽ സ്ഥിരതാമസം ആക്കിയാലേ നിന്റെ വില എന്താവും? ജീവിതകാലം മുഴുവനും നീ ആ വാടക വീട്ടിൽ താമസിക്കാനാണോ നിന്റെ തീരുമാനം? നീ പറഞ്ഞ പോലെ നിന്റെ മക്കളൊന്നും നിന്റെ കൂടെ വരാൻ പോകുന്നില്ല. അതെല്ലാം അവൾ പറഞ്ഞു തീർത്തും. പണ്ട് രോഹി നീ പറഞ്ഞ അനുസരിക്കായിരുന്നല്ലോ. ഇപ്പൊ എന്തായി? ഇപ്പോ അലീന പറഞ്ഞതാ അവൻ അനുസരിക്കുന്നത്. കാരണം അലീനയാണ് അവനെ രക്ഷപ്പെടുത്തിയെന്ന് അവനറിയാം. സ്വന്തം ചേച്ചിയാണെന്ന് മനസ്സിലാക്കിയിട്ടെ അവനിപ്പോ അവളെ ഭയങ്കര സ്നേഹ. പിന്നെ ആരതിൻ്റെ കൂടെ വരാനുള്ളത്? ബബിത. ബബിതയുടെ കാര്യമൊന്നും പറയാതിരിക്കാ ഭേദം. ബബിതയുടെ അഴിഞ്ഞാട്ടമൊക്കെ നീ അറിഞ്ഞായിരുന്നോ? എന്താ എടുത്തി, എന്താ പ്രശ്നം? ആ ഏതോ ഒരുത്തൻ്റെ കൂടെ എതിലേക്ക് പോയെന്നോ കറങ്ങിയെന്നോ ഒക്കെയുടെ മനു പറഞ്ഞ കേട്ടതാ. അതൊന്നും ഞാൻ അറിഞ്ഞില്ല. നിന്നെ ആരും ഒന്നും അറിയിക്കുന്നില്ലെന്ന് പറ. അതായിരിക്കും ശരി. കണ്ടോ, ബബിതയുടെ സ്വഭാവം പോലും നീ അറിയുന്നില്ല. പിന്നെ നീ എങ്ങനെ ഒറ്റയ്ക്ക് പോയി താമസിക്കും? പക്ഷേ ഇവിടെ വന്ന് കയറുന്നതിന് മുമ്പേ അവളെ അടിച്ച് പുറത്താക്കേണ്ടതായിരുന്നു. എന്ത് ചെയ്യാനാ? നീ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഞങ്ങൾ അതിന് ശ്രമിച്ചതല്ലേ? നീ ഏത് തവണ പുറത്താക്കി വിട്ടതല്ലേ? അന്ന് എന്താ പറ്റിയത്? നിന്റെ ഭർത്താവ് അയാളുടെ കൂടെ പോയി.
രണ്ടാം തവണ ഞങ്ങൾ ഇറക്കി വിട്ടപ്പോഴോ എന്നെ അയാളെ ചൂലുകൊണ്ട് അടിച്ചത്, അതൊന്നും ഞാൻ മറക്കില്ല. മൂന്നാമത്തെ തവണ അവളെ കടത്തിക്കൊണ്ട് പോയപ്പോഴോ അന്നെന്താ സംഭവിച്ചത്? അന്ന് എൻ്റെ ഭർത്താവും എൻ്റെ ഭർത്താവിൻ്റെ അനിയനും ചേട്ടനും കൂടി, അതായത് നിന്റെ ആങ്ങളമാര് 3 പേരും കൂടി അവർ തന്നെ തിരിച്ചു കൊണ്ടെന്ന് അവളെ ആക്കിയില്ലേ? ആ ഒരു സംഭവത്തിന് ശേഷം അലീനയോട് അവർക്കെല്ലാവർക്കും ഇത്രയ്ക്ക് സ്നേഹം. നീ ഓർക്കുന്നുണ്ടോ? അതിനു മുമ്പും അവർക്കറിയായിരുന്നല്ലോ അലീന ബാലചന്ദ്രന്റെ മകളാണെന്ന്. അതിനുശേഷവും അങ്ങനെ തന്നെ. പിന്നെ ഒറ്റ രാത്രി കൊണ്ട് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? അതെനിക്ക് ഭയങ്കര കൺഫ്യൂഷനാ. ഞാൻ പലതവണ അത് ചോദിക്കാൻ ശ്രമിച്ചതാ, പക്ഷെ ശിവേട്ടൻ ഒന്നും വിട്ടു പറയുന്നില്ല. ഞാൻ കുറെ ആലോചിച്ചു, എന്നിട്ടും അന്ന് എന്താ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല വൈജയ് എന്ന് പറയാണ്. അത് കമലെടുത്ത് പറഞ്ഞ ശരിയാ, അന്ന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ അതിനുശേഷം അലീനയോട് ഇവർക്ക് എല്ലാവർക്കും ഇത്രയ്ക്ക് സ്നേഹം എന്ന് പറയാണ്. കമല പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കണം. എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി അലീനെ അവിടുന്ന് പുറത്താക്കണം. നീ ഒന്ന് ആലോചിച്ച് നോക്കി, ആ നിന്റെ വീടല്ലേ, പക്ഷെ ഇപ്പോൾ അവിടുത്തെ സർവ്വാധികാരവും അവക്കാ. ഏതോ ഒരുത്തി പിഴച്ചു പറ്റ സന്താനം, ഇത്രയും കാലം അനാഥലത്തിൽ വളർന്നൊരു സാധനം, എന്നിട്ട് ഇപ്പൊ എന്ത് അധികാരത്തോടു കൂടിയാണ് അവൾ വന്നവിടെ നിൽക്കുന്നത്? ആ വീട്ടിലെ സർവത്രാദി കാര്യങ്ങൾ നോക്കുന്നത് അവളല്ലേ? അതെ ഏട്ടത്തി, അതെനിക്ക് സഹിക്കാൻ വയ്യാത്തത്. പണ്ട് ഞാനുണ്ടായിരുന്ന സ്ഥാനത്താ ഇപ്പൊ അവൾ. ബാലന്റെ അടുത്ത്, എന്റെ മക്കളുടെ അടുത്ത്, അടുക്കളയില്, ഞങ്ങളുടെ മുറികളില്, എല്ലായിടത്തും ഇപ്പൊ അലീനയാ. എങ്ങോട്ട് തിരിഞ്ഞാലും അവളാ. എനിക്ക് സഹിക്കാനാവുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വെറുക്കപ്പെടുന്നത് അവളെയാ. ആ അവളുടെ കൂടെ തന്നെ അവിടെ ജീവിക്കാൻ പോകുന്നത് അവസ്ഥ ഏടത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല വൈജയ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നീ അങ്ങോട്ട് വരില്ലെന്ന് വാശി പിടിച്ചിരിക്കുകയായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാ ഗംഗേട്ടന് ശിവനെ കൂടി നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അപ്പോഴേക്കും അവളൊന്ന് പറയാൻ മടിക്കാണ്. കാരണം അവർ ശരിക്കും ഭീഷണിപ്പെടുത്തിയാണല്ലോ കൊണ്ടുവന്നത്. അത് പിന്നെ ഏടത്തി അവരെന്നെ കുറെ കൺവിൻസ് ചെയ്തു. പിന്നെ ഗംഗേട്ടനിപ്പോ ഞങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനമല്ലേ, ഏറ്റവും മൂത്തത് ഗംഗേട്ടനല്ലേ. ഗംഗേട്ടൻ പറഞ്ഞാല് അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പിന്നെ ഞാനങ്ങ് വിട്ടുകൊടുത്തതാ. അത് പാടില്ലായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും അവിടെ നിറക്കിയാലേ ഞാൻ കാലെടുത്ത് കുത്തുകൊള്ളുന്നേ. നീ വാശിക്ക് നിൽക്കണമായിരുന്നു. അതൊക്കെ ഞാൻ കുറെ പറഞ്ഞു നോക്കിയതാ, പക്ഷെ എന്ത് ചെയ്യാനാ? നീരാളി പിടിച്ചിരിക്കുന്ന പോലെ പിടിച്ചിരിക്കല്ലേ അവള്. വിട്ടു പോയില്ലേ ചേച്ചി? എങ്ങനെയെങ്കിലും അവളെ അവിടുന്ന് പുറത്താക്കണം വൈജയ്. ആ നാശം പിടിച്ചോളല്ലെങ്കിലേ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരും. ഇങ്ങോട്ടേക്കോ? അതെ, മനുവിനെ അവളെന്ന് പറഞ്ഞാൽ ഭ്രാന്ത. എപ്പോഴും അവളെ കാണാൻ പോവും. അവളെ കൊണ്ട് എറണാകുളത്ത് പോകും, രേവതിൽക്കൂടെ വീട്ടിൽ കൊണ്ടാക്കും. എന്തൊക്കെ വേണമെങ്കിലും അവൻ ചെയ്തു കൊടുക്കും. ഇപ്പൊ തന്നെ അവൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നതേ അവളെ കാണാനാ. പണ്ട് അവനിങ്ങനെ വരുന്നില്ലായിരുന്നല്ലോ, എറണാകുളത്ത് തന്നെ അല്ലായിരുന്നോ? പക്ഷെ ഇവള് വന്നതിന് ശേഷം എപ്പോഴും ഇവിടെ തന്നെയാ. എപ്പോഴും അവളെ കാണാനും പോകാറുണ്ട്. അതാ എന്റെ പേടി, ഇനി അവനെങ്ങാനും അവളെ കൂട്ടി വരുമോന്ന്. അത് ഏട്ടത്തി പറഞ്ഞത് ശരിയാ. എനിക്കും പലതവണ അങ്ങനെ തോന്നിയിട്ടുണ്ട്. തോന്നലൊന്നും അല്ല വൈജയ്, അത് ശരിയാ. അവളെ എങ്ങനെയെങ്കിലും ആട്ടിപ്പായച്ചില്ലെങ്കിൽ അവൾ എൻ്റെ മോനെ വിവാഹം കഴിക്കും, എനിക്കത് ഉറപ്പാ എന്ന് പറയാണ്. ആ നാശം പിടിച്ചോൾ ഇങ്ങോട്ട് വരുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നാ ശരി കമലേട്ടത്തി, ഞാനെങ്കിലേ പോവാ. ചുമ്മാ ഒന്ന് അമ്മയെ കാണാൻ ഇറങ്ങിയതാ. അല്ല, നിനക്ക് ഡ്രൈവ് ഒന്നും ചെയ്യാൻ പറ്റില്ല? ഇല്ല, ഞാനൊരു ടാക്സി വിളിച്ചത് വന്നത്. എൻ്റെ കാറ് ഇപ്പോഴും വർക്ക്ഷോപ്പിലല്ലേ, അതൊന്ന് ഇറക്കാൻ പറഞ്ഞിട്ട് ആർക്കൊരു മൈൻഡും ഇല്ല. അതിനിപ്പോൾ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അയാളത് ഇറക്കി തരാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് എന്തായാലും ഓടിക്കാൻ പറ്റില്ല, ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് കുറച്ചുകൂടി റെസ്റ്റ് വേണം. അമ്മ പിന്നെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അല്ല, നിന്റെ ഇപ്പോഴത്തെ കാര്യമൊക്കെ എങ്ങനെയാണ് നടക്കുന്നേ? ആരാ ചെയ്തു തരുന്നേ? വീട്ടിലെ ഫുഡും ക്ലീനിങ്ങും ബാക്കിയെല്ലാ പരിപാടിയും അവൾ തന്നെയാ. പിന്നെ ഞാൻ കുളിക്കുന്നതും എൻ്റെ ബാക്കിയെല്ലാ ആവശ്യങ്ങളും ഞാൻ സ്വയമേ നടത്താറായല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അവളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ അവൾ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട് എന്ന് പറയാണ്. വൈജയ്, ഞാനൊരു കാര്യം പറയട്ടെ? അവിടെ നിനക്ക് വേറൊരു ജോലിക്കാരെ ഏർപ്പാടാക്കിക്കൂടെ? അവളുണ്ടാക്കുന്ന ഭക്ഷണം നീ എന്തിനാ കഴിക്കുന്നേ? അങ്ങനെ ഇപ്പൊ അവള് സുഖിക്കേണ്ട ഏട്ടത്തി. ഞാൻ വേറൊരു സെർവന്റിനെ ഏർപ്പാടാക്കിയാലേ അവക്ക് പിന്നെ അവിടെ എന്താ ജോലി? അവള് വെറുതെ ഇരുന്ന് അങ്ങനെ തിന്നണ്ട. അവൾ അവിടെ മേലനങ്ങി കഷ്ടപ്പെട്ട് അധ്വാനിച്ചെന്നെ ജീവിക്കട്ടെ. അവൾ പോകുന്നിടം വരെ അങ്ങനെ തന്നെ ചെയ്യട്ടെ. അവളെ ആട്ടിപ്പായിക്കാൻ ഞാൻ കുറെ ഐഡിയ ഒക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഞാൻ വർക്കൗട്ട് ചെയ്തെടുക്കും. ബാലേന്ദ്രൻ തന്നെ അവളെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളും. അത് ഞാൻ കമലേട്ടത്തിക്ക് വൈകാതെ കാണിച്ചു തരാം എന്ന് പറയാണ്. നടന്നാ മതിയായിരുന്നു, അത് തിരിച്ച് നിന്നെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാതെ നീ സൂക്ഷിച്ചോ എന്ന് പറയാണ്. അങ്ങനെ വൈജ വീണ്ടും അമ്മയുടെ അടുക്കിലേക്ക് ചെല്ലുന്നുണ്ട്.
മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ കമല പറഞ്ഞത്? അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്ന് നിന്റെ മനസ്സ് മാറ്റാൻ മിടിക്കുക. അതുകൊണ്ട് അവളെ സൂക്ഷിക്കണം. പരദൂഷണവും ഏഷണയും ആൾക്കാർ തമ്മിൽ തെളിക്കലും എല്ലാമാണ് അവളുടെ മെയിൻ ഹോബി. കമലെടുത്ത് അങ്ങനെ വേണ്ടാത്ത കാര്യമൊന്നും പറഞ്ഞില്ല. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലമ്മേ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. അച്ഛനല്ലേ അവളെ സ്നേഹനികേതത്തിൽ നിന്ന് കൊണ്ടുവന്നത്? അതെ, അദ്ദേഹം പോയിട്ടാണല്ലോ അവിടെ പോയി അവളെ കണ്ടതും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള ഏർപ്പാടാക്കിയതും. അച്ഛൻ മരിച്ചതിന് ശേഷമാണല്ലോ അലീനെ പോയി മനു കൊണ്ടുവന്നത് എന്ന് പറയാണ്. അല്ല, ആ പ്രജിത എന്ന് പറഞ്ഞ മേഡം അവരെന്തിനായിരിക്കും ഇങ്ങോട്ടേക്ക് വന്നത്? അച്ഛൻ എന്തിനാ കണ്ടത്? അതും ഇവളെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് അച്ഛൻ എന്തായിരുന്നു ഇത്ര നിർബന്ധം? അത് ബാലേന്ദ്രന്റെ മകളാണെങ്കിൽ അച്ഛനോടുള്ള ബന്ധം എന്താ? അച്ഛൻ എങ്ങനെ അതൊക്കെ അറിയാവുന്നേ? ഇനി എൻ്റെ കല്യാണത്തിന് മുമ്പേ അച്ഛൻ അറിയാമായിരുന്നിരിക്കുമോ അത് ബാലന്റെ മകളാണെന്നുള്ള കാര്യം? വൈജയ്, എനിക്ക് ആ ഒരു സംശയമുണ്ട്. കാരണം നിനക്ക് പണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതല്ലേ. അതുകൊണ്ട് തന്നെ നിന്നെ എങ്ങനെയെങ്കിലും നല്ലൊരാളുടെ പിടിച്ചേൽപ്പിക്കണമെന്നായിരുന്നു നിന്റെ അച്ഛൻ്റെ ആഗ്രഹം. ആ സമയത്ത് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ബാലേന്ദ്രൻ വന്നപ്പോൾ അത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനിയൊരു പക്ഷേ ബാലേന്ദ്രന് ഇങ്ങനെ പാസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടും അച്ഛൻ മിണ്ടാതിരുന്നതാണോ? നിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ട്, എൻ്റെ ജീവിതത്തിന് വേണ്ടി എൻ്റെ ജീവിതമൊക്കെ നശിപ്പിക്കാൻ വേണ്ടി എന്ന് പറ. വൈജയ്, നീയും അയാളും ചെയ്തത് ഒരേ തെറ്റല്ലേ? നിന്നെ വിവാഹത്തിന് മുമ്പ് നിനക്കൊരു കുട്ടിയുണ്ടല്ലോ, അയാൾക്കും അതുപോലെ തന്നെ. പിന്നെ നീ എന്തിനാ അവനെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? അമ്മയോട് അതിൻ്റെ കാര്യം പലതവണ ഞാൻ പറഞ്ഞതാ. എൻ്റെ കാര്യമൊന്നും അയാൾക്കറിയില്ല. അതുപോലെയാണോ ഇപ്പോൾ? നാട് മൊത്തം അറിഞ്ഞില്ലേ ഞാൻ അയാളുടെ രണ്ടാം ഭാര്യയാണെന്ന്? വൈജയ്, എന്തൊക്കെ പറഞ്ഞാലും രണ്ടുപേരും ഒരേപോലെ തെറ്റ് ചെയ്തവരാ. അതുകൊണ്ടിപ്പോൾ ആരെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല. നീ അത്രയ്ക്ക് പതിവ്രതയാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ പലരും പല കാര്യങ്ങളും അറിയുന്നുണ്ട്, അത് നീ ഓർത്തോ? പലരുമോ? ആരാ അമ്മ പറഞ്ഞത്? ആരെൻ്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നേ? അതിനെക്കുറിച്ചൊന്നും നീ കൂടുതൽ ചോദിക്കണ്ട. പിന്നെ നിന്റെ ഡൗട്ടൊക്കെ ശരിയാ. അച്ഛനപ്പോൾ നേരത്തെ ഇത് അറിഞ്ഞിരിക്കണം. ബാലചന്ദ്രന്റെ മകളാണ് അലീന എന്നുള്ള കാര്യം. മരിക്കുന്നതിന് മുമ്പ് അതുകൊണ്ടായിരിക്കും അവരവിടെ കാണാൻ വന്നത്. അതുകൊണ്ടായിരിക്കാം കിടപ്പിൽ കിടന്ന വാടകയിൽ കിടന്ന അച്ഛൻ എഴുന്നേറ്റ് അവിടെ വരെ പോയതും അലീനയെ കൊണ്ടുവരാൻ എല്ലാം ഏർപ്പാടാക്കിയതും. അത് മനുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടായിരിക്കുമല്ലോ മുത്തശ്ശൻ പോയത്. അതുകൊണ്ടാ മനു പോയി കൊണ്ടുവന്നതും. എന്നാൽ കുറച്ചു നാൾക്ക് ശേഷമായിരിക്കാം ബാലേന്ദ്രൻ മകളുടെ കാര്യം അറിഞ്ഞത്. അത്രയും ദിവസം ബാലേന്ദ്രന് അത് സ്വന്തം മകളാന്ന് അറിയില്ലായിരിക്കും. പിന്നീടായിരിക്കും അതൊക്കെ മനസ്സിലാക്കിയത് എന്ന് പറയാണ്. പക്ഷെ എന്തോ എവിടെയോ ഒരു തകരാറുള്ള പോലെ എനിക്ക് തോന്നുക. എവിടെയൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഇനി ഇതെല്ലാവരും എന്തോ പ്ലാനിങ് ഉള്ള കളിയാണോ? ആ പ്രജിത്ത എന്ന് പറഞ്ഞാൽ അവരാണെങ്കിലോ ഈ അലീനെ സേഫ് ആക്കാൻ വേണ്ടി കളിച്ച കളിയാണോ ഇത്? ഏയ്, നിന്റെ അച്ഛനെ അങ്ങനെ അവർക്ക് പറ്റിക്കാൻ പറ്റുമോ? നിന്റെ അച്ഛൻ്റെ കാര്യം നിനക്കറിയാലോ. അദ്ദേഹത്തെ പറ്റിക്കാനൊന്നും അവർക്ക് പറ്റില്ല. അവർ തമ്മിൽ എന്തോ ഒരു ഡീലിങ്സ് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാ. പണ്ട് കുഞ്ഞിലെ എങ്ങാണ്ട് അലീനയുടെ ചെറുപ്പത്തിലെങ്ങാണ്ട് എന്തോ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നോ എന്തോ പ്രശ്നമായെന്നോ എന്തൊക്കെയോ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന കേൾക്കാം. അല്ലാതെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാണ്. നിന്റെ ജീവിതത്തിന് വേണ്ടി അച്ഛൻ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ബാലനോടും കുടുംബത്തോടും ഈ സമൂഹത്തോടും മൊത്തം നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതാണെന്നുള്ള കാര്യം മറച്ചു വെച്ചില്ലേ? അതുപോലെ തന്നെ ബാലന്റെ കാര്യം അദ്ദേഹം മറച്ചു വെച്ചതായിരിക്കും എന്ന് പറയാണ്. നിന്റെ അച്ഛൻ്റെ മരണത്തിന് ശേഷമല്ലേ അറിഞ്ഞത് അലീന ബാലേന്ദ്രന്റെ മകളാണെന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞതായിരിക്കാം ശരിയെന്ന് മുത്തശ്ശി പറയാണ്. അമ്മേ, അച്ഛൻ്റെ പഴയ ഫയൽസും പഴയ സാധനങ്ങളൊക്കെ എവിടെയാ? അതെല്ലാം അച്ഛൻ്റെ മുറിയിൽ തന്നെയുണ്ട്. എന്തിനാ? ഒന്ന് പരിശോധിക്കാനാ. ഇവളെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ റൂമിലേക്ക് പോയതിനു ശേഷം അച്ഛൻ്റെ കബോർഡും ബാക്കി സാധനങ്ങളെല്ലാം അരിച്ചു പെറുക്കാണ് അലീന. അപ്പോൾ സ്നേഹനികേതത്തിൻ്റെ ഒരു ഫയൽ കിട്ടുകയാണ്. അവളത് എടുത്തിരുന്ന് വായിച്ചു നോക്കുന്നുണ്ട്. വൈജ അലീനെ പ്രസവിച്ച അതേ ഡേറ്റിലാണ് സ്നേഹനികേതത്തിലേക്ക് ആ കുഞ്ഞിനെ അച്ഛൻ കൈമാറുന്നത്. അതുപോലെ തന്നെ പിന്നീട് ഒരിക്കലും ആ കുഞ്ഞിനെ അങ്ങോട്ട് വരരുതെന്നും അങ്ങനെ ഒരു എഗ്രിമെന്റ് തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്. അന്ന് ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി ഒരുപാട് ഡൊണേഷൻസും അച്ഛൻ കൊടുത്തിരുന്നു. ഇതെല്ലാം കാണുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ഡേറ്റിൽ അവർക്ക് എന്തൊക്കെയോ ഒരു സംശയം തോന്നുന്നുണ്ട്. ഈ ഒരു ഡേറ്റിൽ അച്ഛൻ ആ കുട്ടിയെ കൊണ്ട് കൊടുത്തുന്നോ? അതിലെന്തൊക്കെയോ ഒരു സംശയം വൈജയ്ക്ക് തോന്നുകയാണ്.
ആ ഒരു ഫയല് അവൾ അടച്ച് അവളുടെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ട്. അതിനുശേഷം താഴെ ഇരിക്കുന്ന ബാക്കി ഫയൽസൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് അതിലൊരു വിൽപത്രം വൈജ കാണുന്നത്. ആ വിൽപത്രം കണ്ടപാടെ വൈജ ഞെട്ടി വിറച്ച് പോവാണ്. കാരണം നമ്മുടെ അലീനയുടെ പേരിൽ സ്വത്ത് എഴുതി വെച്ചിരിക്കുകയാണ് മുത്തശ്ശൻ. ബാക്കി കൊടുക്കാനുള്ളതെല്ലാം ബാക്കിയുള്ളവർക്കും വീതിച്ചൊക്കെ നേരത്തെ തന്നെ അച്ഛൻ കൊടുത്തിരുന്നു. പക്ഷെ ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യമൊന്നും മറ്റാർക്കും അറിയില്ല കേട്ടോ. ടൗണിൽ തന്നെയുള്ള 1 ഏക്കർ ഭൂമിയാണ് അലിയുടെ പേർക്ക് മുത്തശ്ശൻ എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെ പോയാലും അതിന് 10-20 കോടി രൂപയുടെ വാല്യൂ ഉണ്ട് കേട്ടോ. ഇത്രയും വലിയ സ്വത്ത് അച്ഛനുള്ള കാര്യം പോലും ഇവർക്കാർക്കും അറിയില്ല. എന്നിട്ടാണ് അത് അലിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അതും മരിക്കുന്നതിന് ഒരു 5 ദിവസം മുമ്പെയാണ് ആ ഒരു വിൽപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. എൻ്റെ മരണശേഷം ആ വസ്തുവിൻ്റെ അവകാശം എൻ്റെ ചെറുമകൾ അലിനയ്ക്കായിരിക്കും എന്ന് എഴുതിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അയാളുടെ ഫോട്ടോയും പതിപ്പിച്ച് അദ്ദേഹം അതിൽ സ്റ്റാമ്പ് ചെയ്ത് സൈൻ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. എൻ്റെ ചെറുമകളോ? അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? അത് ബാലചന്ദ്രൻ്റെ മകളല്ലേ? അപ്പോൾ അതെൻ്റെ സ്വന്തം മകളായിട്ട് അച്ഛനത് കണക്കൂട്ടി കാണും. എങ്കിലും ഇവളെപ്പോലൊരു അനാഥ പെണ്ണിന് ഇത്രയും കോടി രൂപയുടെ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കാന്ന് വെച്ചാൽ അതെന്തിനാ? ബാലചന്ദ്രന് തന്നെ ഇഷ്ടംപോലെ സ്വത്തുണ്ടല്ലോ. അയാൾ വേണമെങ്കിൽ അയാളുടെ മോക്ക് കൊടുക്കട്ടെ. എന്തിനാ എൻ്റെ അച്ഛൻ ഈ സ്വത്തുക്കളൊക്കെ അവൾക്ക് കൊടുക്കുന്നേ എന്ന് ഓർക്കാണ്. അങ്ങനെ വിൽപത്രം കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് കമല വരുന്നത്. എന്താ വൈജി ഇത് എന്ന് ചോദിക്കാണ്. നമുക്കൊന്നും അറിയാതെ എൻ്റെ അച്ഛന് ടൗണിൽ 1 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് എങ്ങനെ പോയാലും 10 കോടി രൂപയോളം വാല്യൂ വരുന്ന സ്ഥലമാണ്. പക്ഷേ നീ ഇത് നോക്കിക്കേ, ഏട്ടത്തി ഇത് നോക്കിക്കേ. ആ ഒരു സ്ഥലം അലിയുടെ പേർക്ക് അച്ഛൻ എഴുതി വെച്ചിരിക്കുക. അലിയുടെ പേർക്കോ എന്ന് കമല ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. അതേ ഏട്ടത്തി, എനിക്കതാ മനസ്സിലാവാത്തത്. അച്ഛൻ എന്തിനാ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? അതും മരിക്കുന്നതിന് 5 ദിവസം മുമ്പേ എഴുതി വെച്ചതായത്. ഇതുവരെ ആരെ കണ്ണിപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയായാലും ആ വക്കീൽ അറിയാതിരിക്കില്ലല്ലോ. അച്ഛൻ്റെ ശിങ്കിടിയായ വക്കീല് അയാൾക്കെല്ലാം അറിയാതിരിക്കുമല്ലോ എന്ന് പറയുന്നുണ്ട്. വൈജി പറയാണ്, അയാളുടെ നമ്പർ എൻ്റെ ഉണ്ട്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ വിളിക്കുകയാണ്. വിളിക്കുന്ന സമയത്ത് ഇങ്ങനൊരു വിൽപത്രം കണ്ടു, അതിൽ അലീനയുടെ പേരാണല്ലോ എന്ന് പറയുമ്പം അത് മരിക്കുന്നതിന് 5 ദിവസം മുമ്പേ അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. അലീനയുടെ പേർക്ക് ആ ഒരു സ്വത്ത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചതാ എന്തിനാന്ന്. അതൊന്നും അറിയണ്ട, ഞാൻ മരിച്ചു പോവാണെങ്കിൽ നീ ഈ കാര്യം എല്ലാവരും അറിയിക്കണം എന്ന് പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങളെന്തത് പറയാഞ്ഞത്? അത് പിന്നെ ആ ഒരു ഇതിൽ ഞാനങ്ങ് മറന്നുപോയി. ബാക്കി എല്ലാ കാര്യങ്ങളും സേഫായിട്ട് വെച്ചിരിക്കുകയല്ലേ. പിന്നെ എന്തായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഇത് വരുന്ന സമയത്ത് അത് മനസ്സിലാക്കാലോ, അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അലിയുടെ പേർക്ക് ഇത്രയുടെ സ്വത്ത് എന്തിനാ എഴുതി വെച്ചെന്ന് വക്കീല് ചോദിച്ചില്ലേ? അവളൊരു അനാഥ പെൺകുട്ടിയല്ലേ, അവളുടെ പേർക്ക് എന്തിനാ എഴുതി വെച്ചെന്ന് നിങ്ങൾ ചോദിച്ചില്ലെന്ന് ചോദിക്കുമ്പം ഞാനത് ചോദിച്ചതാ. അപ്പോൾ എന്നോട് പറഞ്ഞു അവൾ അനാഥയല്ല, അവൾക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, കുടുംബക്കാരും സഹോദരങ്ങളും എല്ലാവരും ഉണ്ട്. അവൾക്കിത് അവകാശപ്പെട്ടതാണ്. എൻ്റെ മക്കൾക്ക് അവകാശപ്പെട്ടതെല്ലാം ഞാൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇത് എൻ്റെ ആരും അറിയാത്ത രഹസ്യമായുള്ള ഒരു സമ്പാദ്യമാണ്. ആ സമ്പാദ്യം അലിനയ്ക്കുള്ളതാണ് എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് മരണശേഷം ആ ഒരു വിൽപത്രം നിങ്ങളെ ഏൽപ്പിക്കണമെന്ന് എന്നെ പറഞ്ഞിരുന്നതാ. പക്ഷേ അത് അപ്പോഴല്ല, ഒരു 3-4 മാസത്തിന് ശേഷം മാത്രമേ ഏൽപ്പിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. പിന്നീട് ഞാനതിൻ്റെ കാര്യം വിട്ടുപോയി. പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരു ദിവസം നമുക്കത് ഓർക്കാതിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഫയൽസൊക്കെ സേവ്ഡാണ്. നോട്ടിഫിക്കേഷൻ എനിക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വേറൊന്നും അറിയില്ലേ? ഇല്ല മേഡം, എനിക്കൊന്നും അറിയില്ല. ബാക്കി എല്ലാവരുടെയും പേരിൽ വിൽപ്പത്രം തയ്യാറാക്കിയത് ഞാൻ തന്നെയല്ലേ. ഇതും അങ്ങനെ തന്നെ ചെയ്യിപ്പിച്ചത് എന്നെ കൊണ്ട് എന്ന് പറയാണ്. എന്നാ ശരി എന്നും പറഞ്ഞ് കട്ടാക്കാണ്. വക്കീൽ എന്ത് പറഞ്ഞു വൈജേ? അയാൾക്ക് വേറൊന്നും അറിയില്ല. അലീനയുടെ പേർക്ക് ഈ സ്വത്ത് എഴുതി വെക്കണമെന്നും അദ്ദേഹത്തിന് അച്ഛനെ മരണശേഷം 4-5 മാസത്തിന് ശേഷം മാത്രമേ അറിയിക്കാവുള്ളൂ പറഞ്ഞിരുന്നതാ എന്ന് പറയുന്നുണ്ട്. എങ്കിലും 10 കോടി രൂപയുടെ സ്വത്തൊക്കെ അവരുടെ പേർക്ക് എഴുതി വെക്കാന്ന് പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായവാ? നമ്മുടെ മക്കളൊക്കെ അനുഭവിക്കേണ്ടതല്ലേ അത്? അതങ്ങനെ അവൾക്ക് എഴുതി വെച്ചാൽ എങ്ങനെ ശരിയാവും എന്ന് അവൾ കമല ചോദിക്കുകയാണ്. എന്തായാലും ഈ വിൽപ്പത്രത്തിന്റെ കാര്യമേ നിന്റെ ആങ്ങളമാരൊന്നും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്കിത് കീറിക്കളഞ്ഞാലോ? എൻ്റെ കമലയിടത്തി, ഇത് ഡ്യൂപ്ലിക്കേറ്റാ.
ഇതിന്റെ ഒറിജിനലേ വക്കീലിന്റെ കയ്യിൽ സേഫ് ആയിട്ടുണ്ട്. അത് മാത്രമല്ല അയാളെ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചിട്ടുമുണ്ട്. ഇത് രജിസ്റ്റർ ചെയ്തതാ. അതുകൊണ്ട് തന്നെ ആധാർ ഓഫീസിലും ബാക്കി എല്ലായിടത്തും അലിയുടെ പേർക്ക് ഇത് അവൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. നമ്മൾ ഇത് കീറിക്കളഞ്ഞെന്ന് പറഞ്ഞ് ഒരു പ്രയോജനമില്ല. എന്നാണെങ്കിലും ആ സ്ഥലം അവളുടെ കയ്യിലെത്തും എന്ന് പറയാണ്. എങ്കിലും എൻ്റെ അച്ഛൻ എന്തൊക്കെയോ ഒളിച്ചു വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്ന് ഓർക്കാണ്. അങ്ങനെ ഈ രണ്ടുപേരും കൂടി നേരെ മുത്തശ്ശിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്താ അമ്മ ഇതൊക്കെ എന്ന് ചോദിക്കാണ്. മുത്തശ്ശി പറയാണ്, ഇങ്ങനൊരു സ്ഥലം മേടിച്ച കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷേ അത് 6 പേർക്കാണ് എഴുതുന്നതെന്നും അച്ഛനൊന്നും പറഞ്ഞിരുന്നില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുമില്ല. അന്ന് നിങ്ങൾക്കെല്ലാം വീതം വെച്ച സമയത്ത് അത് ഉൾപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതിയത്. പക്ഷേ അത് അലിയുടെ പേർക്കാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാണ്. അല്ലമ്മേ, അലിയുടെ പേർക്ക് എഴുതി വെക്കാൻ മാത്രം എന്ത് ബന്ധാ അവളും അച്ഛനും തമ്മിലുള്ളത്? അത് ബാലേന്ദ്രന്റെ മകളല്ലേ? അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ അവിഹിത സന്തതി. അവൾക്ക് ശരിക്കും ഒരു രൂപ പോലും കൊടുക്കാൻ പാടില്ലാത്തതല്ലേ? എന്നിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകിയതിൻ്റെ, ഞങ്ങൾക്ക് 4 പേർക്ക് നൽകിയതിൻ്റെ ഇരട്ടി പണമല്ലേ അവൾക്ക് കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾക്ക് മാത്രം ഒന്നുമില്ലാത്ത ഇതൊക്കെ. അവൾക്കാണെങ്കിലോ എപ്പോഴും വില കൂടാവുന്ന ആ ടൗണിലെ 1 ഏക്കർ സ്ഥലം. അച്ഛൻ എന്താമേ ഭ്രാന്തായോ എന്ന് ചോദിക്കാണ്. അതിനെക്കുറിച്ചൊക്കെ നിന്റെ അച്ഛൻ ജീവനോടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചോദിക്കാമെന്ന് വൈജേ. പക്ഷെ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്താ അവിടെ ഒരു തർക്കം പോലെ? എന്താ മുത്തശ്ശി എന്ന് ചോദിക്കാണ്. എന്താ വൈജി ആൻറ്റി കയ്യിൽ ഇങ്ങി കാണിച്ചെന്നും പറഞ്ഞ് പിടിച്ചു നോക്കുന്നുണ്ട്. ആ ഒരു വിൽപ്പത്രം കണ്ട് മനു ഞെട്ടിപ്പോകുന്നുണ്ട്. ഇതാ ടൗണിലുള്ള 1 ഏക്കർ സ്ഥലമല്ലേ? പൊന്നും വിലയാ ഇത് അലിയുടെ പേർക്ക് മുത്തശ്ശൻ എഴുതി വെച്ചോ? അപ്പോൾ കമല പറയാണ്, അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. നീയും നിന്റെ അനിയനും വൈദ്യന്റെ മക്കളൊക്കെ അനുഭവിക്കുന്ന സ്വത്താ ഇയാള് നിന്റെ മുത്തശ്ശൻ എഴുതി അലിനയ്ക്ക് കൊടുത്തിരിക്കേണ്ടത്. ഇത് എങ്ങനെ സഹിക്കാനാവും? അവക്ക് എന്തിനാ മുത്തശ്ശൻ കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പം, നിങ്ങൾക്കറിയാമല്ലോ, മുത്തശ്ശൻ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചാൽ അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അതുകൊണ്ട് അതിനെ അങ്ങനെ കരുതിയാൽ മതി. എങ്കിലും ഇത്രയും സ്വത്തൊക്കെ എന്തിനായിരിക്കടാ അച്ഛൻ അലിയുടെ പേർക്ക് എഴുതി വെച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ മുത്തശ്ശി. എനിക്കറിയില്ല മുത്തശ്ശി. എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെയൊക്കെ പിന്നിലൊരു കളികളുണ്ടെന്ന് മാത്രം എനിക്ക് മനസ്സിലായി. ഒരുപക്ഷെ ബാലനങ്ങളുടെ മകളല്ലേ അലീന, അതുകൊണ്ട് എഴുതി കൊടുത്താണെങ്കിലോ? അപ്പൊ കമല പറയാണ്, അതെവിടുത്തെ ന്യായമാടാ? കാരണം ഇവിടെ നിന്റെ അച്ഛനും നിന്റെ അച്ഛൻ്റെ അനിയനും ചേട്ടനും പിന്നെ വൈജയ്ക്കും പിന്നെ മുത്തശ്ശിക്കും അങ്ങനെ 4 പേർക്കായിട്ടല്ലേ സ്വത്തുക്കൾ വീതിച്ചത്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഈ അലീന എവിടെ നിന്ന് കയറി വന്നു? അങ്ങനെ കൊച്ചുമക്കളുടെ രജിസ്റ്ററിൽ അവൾക്ക് കൊടുക്കാനാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരണമല്ലോ. പിന്നെ ഇവക്ക് മാത്രം എന്തിനാ ഇത്രയ്ക്ക് സ്പെഷ്യൽ എന്ന് ചോദിക്കാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനകത്തേക്ക് തടുതപ്പി കയറി പോകുന്നുണ്ട്. രാജീവനെയും ശിവനെയും അതുപോലെ ഗംഗേട്ടനെയും വിളിച്ചിട്ട് മനു കാര്യമൊക്കെ പറയുന്നുണ്ട്. വൈജി ആൻറ്റി അത് കണ്ടുപിടിച്ചെന്നും പറയാണ്. അപ്പൊ ഗംഗേട്ടൻ പറയാണ്, ഞങ്ങളോടൊന്നും അച്ഛനെ കാര്യത്തെപ്പറ്റി പറഞ്ഞിരുന്നില്ല. എന്തായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലേ, അതെന്തായാലും ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. അപ്പൊ ശിവൻ പറയാണ്, എങ്കിലും അത്രയും കോടി രൂപയുടെ സ്വത്തൊക്കെ അവളുടെ പേർക്ക് എഴുതി വെച്ചോ എന്ന് ചോദിക്കാണ്. രാജീവൻ പറയാണ്, എന്തായാലും അത് കടന്ന കൈയായി പോയില്ല ഏട്ടാ. അത്രയും സ്വത്തുക്കളൊക്കെ അവൾക്ക് എഴുതി വെച്ചല്ലോ. നമുക്ക് 4-5 പേർ കൂടി തന്നതല്ലേ അവൾക്ക് ഒറ്റയാൾക്ക് കൊടുത്തത് എന്ന് പറയാണ്. മനു പറയുന്നുണ്ട്, എൻ്റെ പൊന്നങ്കിൾമാരെ അതിനെന്തിനായിട്ടും ടെൻഷൻ അടിക്കുന്നത്? അലീന എന്തായാലും നമ്മുടെ കുടുംബത്തിലെ പെൺകുട്ടി തന്നെ അല്ലേ? വൈജി ആനിയുടെ മകളല്ലേ? അവൾ പുറത്തേക്കെങ്ങും പോകുന്നില്ലല്ലോ. പിന്നെ നിങ്ങളെന്തിനാ പേടിക്കുന്നേ എന്ന് ചോദിക്കാണ്. അപ്പൊ രാജീവൻ പറയുന്നുണ്ട്, എടാ മനു, നിന്റെ ഉദ്ദേശം എന്നൊക്കെ ഞങ്ങൾക്കറിയാം. നിനക്ക് അവളെ ഇഷ്ടമാണെന്നും അറിയാം. ശിവേട്ടാ, നിങ്ങൾക്ക് അടിച്ചതേ ലോട്ടറിയാ. എന്തായാലും സ്വത്തുക്കൾ പുറത്തു പോകാതെ അകത്ത് തന്നെ കിടക്കുമല്ലോ എന്ന് പറയാണ്. മനു പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, അത് മനസ്സിലായടാ എന്നിവർ പരസ്പരം പറയാണ്. എന്തായാലും ശിവന് സന്തോഷമായി. കാരണം 10 കോടി രൂപ പുറത്തു പോകാതെ അകത്ത് തന്നെ കിടന്നോളുമല്ലോ. മകനിപ്പോ അവളെ സ്നേഹിക്കുകയാണല്ലോ. അങ്ങനെ ഗംഗേട്ടൻ പറയാണ്, ഇനിയിപ്പോ ഇതിന്റെ പേരിലായിരിക്കും വൈജ അടുത്ത വിഷയം ഉണ്ടാക്കാൻ പോണത്. അവിടോട്ട് പോയിട്ട് ഇനി ആലിനടെ തല പറിക്കും എന്ന് പറയാണ്. മനു പറയാണ്, ബാലനങ്ങളോടെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞു വച്ചേക്കാം. വൈജി ആൻറ്റി ഇതുപോലെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ അങ്കിളൊന്ന് സപ്പോർട്ട് നിൽക്കുകയാണെങ്കിൽ വൈജി ആൻറ്റി അത്രയ്ക്കൊന്നും മലയുടെ കുതിര കയറാൻ നിൽക്കില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ബാലന് സമ്മതിക്കില്ല. ഇപ്പം അലീന എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വന്തം മകളെ പോലെയാ അയാളെ കാണുന്നത്.
അതുകൊണ്ട് തന്നെ അവളെ ഒന്നും പറയാൻ അയാൾ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനു വിളിച്ച് ഈ കാര്യങ്ങളെല്ലാം ഓൾറെഡി നമ്മുടെ ബാലനോട് പറയാണ്. ഞാൻ അവളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ നേരെ അളിയുടെ അടുത്തേക്ക് പോയിട്ട് കോടീശ്വരി എന്ന് വിളിക്കുകയാണ്. എന്താച്ചാ വിളിച്ചത്? അല്ല, കോടീശ്വരി എന്ന് വിളിച്ചതാ. അച്ഛനെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പോ നിനക്കൊന്നും അറിയില്ലേ? എന്താച്ചാ? അല്ല, മരിക്കുന്നതിന് മുമ്പേ കുഞ്ഞിരാമൻ നായർ, അതായത് നിന്റെ മുത്തശ്ശൻ, നിന്റെ പേർക്ക് ടൗണിൽ ഒരേക്കർ സ്ഥലം എഴുതി വെച്ചിട്ടുണ്ടെന്ന്. സ്ഥലമോ? എന്റെ പേർക്കോ? അതെ അതെ, ഇപ്പോഴത്തെ അതിന്റെ വാല്യൂ ഏകദേശം 10 കോടി രൂപയാ. 10 കോടി രൂപയോ? എനിക്കോ? എന്തിനാച്ചാ എന്ന് ചോദിക്കുകയാണ്. അതെങ്ങനെ ഞങ്ങൾക്കറിയാം? കൊച്ചുമകളല്ലേ നീ, ഇത്രയും കാലം കാണാതിരുന്ന് കണ്ടതല്ലേ, അതുകൊണ്ട് ആ സ്നേഹം കൊണ്ടായിരിക്കും നിന്റെ മുത്തശ്ശൻ അതൊക്കെ നിന്റെ പേർക്ക് എഴുതി വെച്ചത്. അയ്യോ അച്ഛാ, സത്യമായിട്ടും എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ആ, നീ അറിഞ്ഞു കാണില്ല, പക്ഷെ അറിയേണ്ട ആൾ അറിഞ്ഞു. ആരാച്ചാ? നിന്റെ അമ്മ. അമ്മയോ? മേഡമോ? അതെ, വൈദ്യുനട പോയിരുന്നല്ലോ, അവിടെ വച്ച് അച്ഛനെ മുറി തപ്പിയപ്പോ അവക്ക് ഈ വിൽപ്പത്രം കിട്ടി. എന്തായാലും അവിടെ ആകെപ്പാടെ കോലാഹലവാ. കമലയും അതുപോലെ വൈജയൊക്കെ ആയിട്ട് ഭയങ്കര തർക്കത്തിലാ നിനക്കിങ്ങനെ എഴുതി കൊടുത്തുള്ള കാര്യത്തില്. മനുവെ വിളിച്ചുള്ള കാര്യം പറഞ്ഞത്. മനു അവളുടെ അച്ഛനെയും കൊച്ചച്ഛനെയൊക്കെ വിളിച്ച് പറഞ്ഞു. ആരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വക്കീലിനോട് പറഞ്ഞ് നിന്റെ മുത്തശ്ശൻ ചെയ്ത പണിയാ. എന്തായാലും നീ ലക്കടിച്ചു. എൻ്റെ അച്ഛ, എനിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സമാധാനത്തോടെ ജീവിച്ചാൽ മാത്രം മതി. അതിനെ മാസം അച്ഛൻ തന്ന ശമ്പളം തന്നെ ധാരാളമാ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നിന്റെ അമ്മയുണ്ടല്ലോ വൈജു മാഡം, പുള്ളിക്കാരി ഇപ്പം ഇങ്ങോട്ട് എഴുന്നള്ളും നിനക്കിട്ട് രണ്ടെണ്ണം പറയാനായിട്ട്. അതുകൊണ്ട് എന്നോടൊന്ന് കരുതിയിരുന്നോളം പറയായിരുന്നു. മനു, അച്ഛാ വഴക്കിനൊന്നും പോവല്ലേ. അമ്മ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അങ്ങ് പറഞ്ഞിട്ട് പോട്ടെ. അങ്ങനെ പലതവണ ഞാൻ ശ്രമിച്ചതാ മോളെ. പണ്ടൊക്കെ ഞാൻ അങ്ങനെ ആയിരുന്നു. അവൾ എന്തൊക്കെ പറഞ്ഞാലും മിണ്ടാതിരുന്ന് കേൾക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനല്ല. എനിക്ക് കുറച്ചൊക്കെ നട്ടല് വന്നൊന്ന് കരുതിയാൽ മതി. അവൾ എന്ത് പറഞ്ഞാലും മിണ്ടാന്ന് കേൾക്കുന്ന ബാലേന്ദ്രനെ മരിച്ചുപോയി. ഇപ്പം ഇതേ പുതിയ ബാലേന്ദ്രനാ. അങ്ങനെ അവൾ പറഞ്ഞൊന്നും കേട്ടോണ്ട് നിൽക്കാനൊന്നും എനിക്ക് വയ്യ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വൈജ ചീറിപ്പാഞ്ഞു നേരെ നെടുമ്പുരക്കിലേക്ക് വരികയാണ്. വന്നതിന് ശേഷം ഡോറിൽ ബെല്ലടിക്കാണ്. പോയി തുറക്കുന്നത് അലീന ആയിരിക്കും. വൈദ്യരുടെ മുഖഭാവം കണ്ടപാടെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. തള്ളി തുറന്ന് അകത്തേക്ക് കയറി വന്നിട്ട് വൈദ്യ ചോദിക്കാണ്, എന്താണ് ഇത് എന്ന് ചോദിക്കുന്നുണ്ട്. മേഡത്തിന്റെ കയ്യിലിരിക്കുന്നേ, പിന്നെ എന്താ എന്നോട് ചോദിച്ചാ ഞാൻ അങ്ങനെ പറയാനാ? നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവാനെന്ന് ശ്രമിക്കണ്ട. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ബബിതയും അതുപോലെ കൃഷ്ണമോളും രോഹിത്തും ഇറങ്ങി വരുന്നുണ്ട്. ബാലചന്ദ്രനും ഇറങ്ങി വരുവാണ്. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, എന്താമേ, എന്താ കാര്യം? ഇത് കണ്ടോ നീ? നിന്റെ മുത്തശ്ശൻ കാണിച്ച പണിയാ. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഇവളുടെ പേരില് കോടിക്കണക്കിന് രൂപയുടെ സ്വത്താ എഴുതി വെച്ചിരിക്കുന്നത്. കാണിച്ചേ. മുത്തശ്ശനോ എന്ന് ചോദിക്കാണ്. അതെ, നിന്റെ മുത്തശ്ശൻ തന്നെ. ഇവളുടെ പേർക്ക് എഴുതാൻ എന്ത് അധികാരം ഉണ്ടായിട്ടാ ഇവക്ക് എഴുതുന്നത്? ഇവളെന്ന് വെച്ചാൽ ആരാ? ഏതോ ഒരുത്തി പിഴച്ചു വെച്ചോളല്ലേ ഇവൾ. എന്നിട്ട് ഇവക്ക് എന്തിനാ അതൊക്കെ കൊടുക്കുന്നത് എന്ന് ചോദിക്കാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മേഡത്തിന് അച്ഛനിപ്പോൾ ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നേരിട്ട് ചോദിക്കായിരുന്നു. ഇപ്പോൾ അത് സാധിക്കില്ലല്ലോ. പിന്നെ എന്നോട് ചോദിച്ചിട്ട് എന്താ പ്രയോജനം? ഞാനതിൽ സൈൻ ചെയ്തിട്ടോ ഒന്നുമില്ലല്ലോ. ഈ സംഭവം ഇപ്പോൾ മേഡം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അല്ലാതെ എനിക്കിതിനെപ്പറ്റി വേറൊരു അറിവുമില്ല. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ കുറ്റക്കാരിയാവും? ഇല്ലടി, ഒന്നും ആവില്ല. എല്ലാവരും വശത്താക്കുന്ന കൂടത്തി നിന്റെ അച്ഛനെ കൂടി വശത്താക്കി. അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ നീ ഒപ്പിട്ട് മേടിച്ചാന്നൊക്കെ എനിക്ക് മനസ്സിലായടി എന്ന് പറയുന്നുണ്ട്. മേഡം വിശ്വസിച്ചാലില്ലെങ്കിലും ഈ സംഭവത്തെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. പിന്നെ എനിക്ക് ആരുടെയും സ്വത്തുക്കളുടെ ആവശ്യമില്ല. നിങ്ങളുടെ അച്ഛൻ്റെ സ്വത്താണല്ലോ ഇതെല്ലാം. നിങ്ങളുടെ വെറുക്കിന് തിരിച്ചു ഞാൻ എഴുതി തന്നേക്കാം. അല്ലാതെ എനിക്കിതിൻ്റെയൊന്നും ആവശ്യമില്ല. മാസം ഇവിടുത്തെ അച്ഛൻ ഞാൻ ഇവിടെ ചെയ്യുന്ന ജോലിക്ക് എനിക്കൊരു ശമ്പളം നൽകുന്നുണ്ട്. എനിക്കത് മതി. ജീവിക്കാൻ എനിക്കത് ധാരാളം എന്നും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറി പോവാണ്. കൃഷ്ണയോട് ബാലൻ പറയാണ്, അവളെ അഭിമാനമുള്ളവളാ കൃഷ്ണമോളെ. അതുകൊണ്ടാ അവൾ അങ്ങനെ പറഞ്ഞത്. അവക്ക് ഈ സ്വത്തുക്കളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. എല്ലാവരും കൂടെ നക്കാപ്പിച്ചെന്ന് സ്വീകരിക്കേണ്ട കാര്യമേ അവൾക്കില്ല. അവൾ ഈ ബാലചന്ദ്രമന്റെ മകളാ. എൻ്റെ മക്കൾക്ക് 3 പേർക്കുള്ള വീതം പോലെ തന്നെ അവൾക്കും ഞാൻ വീതം കൊടുക്കും. എൻ്റെ സ്വത്തുക്കൾ മുഴുവനും നിങ്ങൾ 4 പേർക്കുള്ളതാ എന്ന് പറയുന്നുണ്ട്. വൈജ അത് കേട്ട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ബബിത പറയാണ്, വൈജ കയറിപ്പോവാണ്. ബബിത പറയുന്നുണ്ട്, എങ്കിലും അച്ഛാ, അത്രയും സ്വത്തൊക്കെ
എന്തിനായിരിക്കും മുത്തശ്ശൻ അവളുടെ പേർക്ക് എഴുതി കൊടുത്തത്? ഒന്നുമില്ലെങ്കിലും അവൾ അച്ഛൻ്റെ മകളാന്നല്ലേ പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ മുത്തശ്ശൻ എഴുതി കൊടുക്കുമോ? എൻ്റെ പൊന്ന് ബബിതേ, അദ്ദേഹം ജീവനുണ്ടായെങ്കിൽ പോയി ചോദിക്കായിരുന്നു. ഇപ്പം പിന്നെ അത് നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അത് അയാളോട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. അപ്പം കൃഷ്ണമോക്കൊക്കെ കാര്യം അറിയാമല്ലോ, ബാക്കി എല്ലാവർക്കും അത്യാവശ്യം അറിയാമല്ലോ. അങ്ങനെ കേട്ടോ ആ ഒരു സ്റ്റോറി പോണത്. എന്തായാലും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലെ ബാലൻസ് സ്റ്റോറീസ് കേട്ടോ. അപ്പോൾ അതൊന്നും മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.